വന്ദേമാതരം മുഴുവനായി പാടണമെന്ന RSS അജണ്ടയ്ക്ക് പൊതുസ്വീകാര്യത ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രമിച്ചതെന്ന പി. രാജീവ്. വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന കേന്ദ്ര നിയമമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്നും പി. രാജീവ് പറഞ്ഞു. MDMA കേസിലെ പ്രതികളുമായുള്ള ബന്ധം സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രതികരണം അവരെ രക്ഷപ്പെടുത്താനുള്ള സന്ദേശമായി മാറരുതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി. രാജീവ് കൊച്ചിയിൽ പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന് കേന്ദ്ര നിയമം പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് വന്നിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി. രാജീവ് പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന് കേന്ദ്ര നിയമത്തിൽ പറയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ RSS അജണ്ടയ്ക്ക് പൊതുസ്വീകാര്യത ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രമിച്ചതെന്ന് പി. രാജീവ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞാൽ എന്താ, ചീഫ് സെക്രട്ടറി എന്ത് ചെയ്തു? ക്യാബിനറ്റിൽ നിന്ന് വന്നതാണല്ലോ, ചീഫ് സെക്രട്ടറി അത് ഫോർവേഡ് ചെയ്തു. അതാണല്ലോ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി അത് നേരെ മുന്നോട്ട് അയക്കുമോ? ദേശീയഗാനം പോലും പാടണമെന്ന് പറയാൻ ഭരണഘടനാപരവും നിയമപ്രകാരമായി വ്യവസ്ഥ ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ RSSന്റെ സർസംഘചാലക് പോലും പറയാത്ത രീതിയിൽ നിയമം ഇതാ വന്നിരിക്കുന്നു, പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്നു, ഇനി എല്ലാവരും റെഡിയായിട്ട് ഇന്ന് കാണാപ്പാടം പഠിച്ചോ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു മുഖ്യമന്ത്രിക്ക്? അതാണ് RSSന് പറ്റിയ ഒരു പൊതുബോധം രൂപപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ഈ പ്രയോഗം ബോധപൂർവം നടത്തിയിട്ടുള്ളത്. MDMA കേസിലെ പ്രതികളുമായുള്ള ബന്ധം സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രതികരണം അവരെ രക്ഷപ്പെടുത്താനുള്ള സന്ദേശമായി മാറരുതെന്നും പി. രാജീവ് പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി ശരിക്കും എന്താ പറയുക, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ശരിക്കും അറിയില്ലായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും പല ആളുകളുണ്ടാവും, നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ലല്ലോ, അതിശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവിയെക്കുറിച്ച് കേരളത്തിന് എന്തുമാത്രം അഭിമാനം ഉണ്ടാകുമായിരുന്നു. അതിൽ ഇപ്പോഴും അദ്ദേഹം ആ ഭാഗം പറഞ്ഞത് വളരെ ഗൗരവമാണ്. അത് ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ളതിലേക്കുള്ള സന്ദേശമായി മാറുമോ എന്നുകൂടി എല്ലാവരും സംശയിക്കേണ്ടതാണ്. വാർത്തകൾ നീക്കം ചെയ്യാൻ മെറ്റയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദവും വിശ്വസനീയമല്ല. ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ DIGയോ കത്ത് നൽകിയാലാണ് മെറ്റ നടപടി സ്വീകരിക്കുക. അതിനാൽ ആരാണ് കത്ത് നൽകിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പി. രാജീവ് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.